DMR വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് വെച്ചാൽ ഡ്രോയിങ് ബുക്സിൻ്റെ ഒരിതാണ്. ഞാൻ വരച്ച ഡ്രോയിങ് ബുക്സും പിന്നെ അതുതന്നെയാണ് ഡ്രോയിങ് ബുക്സും ഞാൻ വരച്ച എല്ലാ ഡ്രോയിങ്ങുമാണ് കാണിച്ചിരുന്നതാണ് ഇന്നത്തെ ഡ്രോയിങ് ഇന്നത്തെ കണ്ടന്റ്. അപ്പം പിന്നൊരു കാര്യം വെച്ചാൽ ഞാൻ ഇതൊരു വട്ടം ഫുള്ള് കഴിഞ്ഞു, അതിന് ഞാൻ റെക്കോർഡ് ചെയ്തില്ല, അതാണ് ഉണ്ടായത് എടുക്കുന്നത്. അതാണ് പിന്നെയും റീടേക്ക് ചെയ്യണം. ആദ്യം ഞാൻ എടുക്കുന്നത് വെച്ചാൽ ഒരു ക്യാമലിൻ്റെ ഒരു ബുക്കാണ്, ഒരു 100 GSM-ൻ്റെ. പിന്നെ ആദ്യം തന്നെ ഞാൻ വരച്ചത് ഇതെന്നെ പണ്ടത്തേനും കക്കാശിയും ഒരു കുനായും ഇല്ലതാണ്. ഇത് ഞാൻ പണ്ട് വരച്ചോണ്ട് പണ്ടെങ്കിൽ എന്നെ അറിയാം, പക്ഷെ വരയ്ക്കാൻ ചെറുങ്ങനെ അറിയില്ല. അതാ കൂക്കൂന് വരച്ചത് അങ്ങനെയാണ്. പിന്നെ പണ്ട് ഞാൻ റൂട്ടിന് വരച്ച് ഈ ചെറിയ ഡ്രോയിങ് ഇത്രയും പ്രൈസ് ചെയ്യണം, അതാണ് വെറുതെ ആയിട്ടിട്ട് അടുത്ത് തരുന്നത്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ബ്രഷ് പെന്ന് വാങ്ങിച്ചപ്പോൾ വരച്ചൊരു ഡ്രോയിങ്. അപ്പം തന്നെ വാങ്ങിച്ച വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞാൻ കുത്തിരുന്ന് വരച്ചത്. പിന്നെ അതിനുശേഷം ഇതെൻ്റെ ഒരു മാമ വരച്ച. ഓക്കെ, പിന്നെ ഈ ഡ്രോയിങ് കാണിച്ചിരുന്നില്ലേ, ഇത് വരച്ച ഇതിൻ്റെ പിറ്റേന്ന് ഞാൻ ഇതും വരച്ച് അപ്പം തന്നെയായിട്ട് ഇത് വരച്ച് ആ രണ്ടുപേരും അപ്പം തന്നെ ഇത് വരച്ചിട്ടുണ്ട്. മറ്റേ ആദ്യം കാണിച്ചെന്നെ വരച്ചിട്ട് അതിൻ്റെ പിറ്റേന്ന് ഈ രണ്ടെണ്ണം വരച്ച് അന്ന് തന്നെയാണ് മറ്റേതും വരച്ചത്. മാമ വരച്ച് പറഞ്ഞു. ഇത് എന്താ പറയുക, ഇത് കോളായിപ്പോൾ ഇങ്ങനെ എഴുതി ചെറുതായപ്പോഴുണ്ട്. ഞാൻ ഇതിൻ്റെ ഇത് വേറെ ഒന്നായിരിക്കും, അതും കോളായിപ്പോൾ. ഈ ഒരു ഇവിടെ ഗ്രീൻ കൊടുത്തതാണ്, ഇതൊരു ബ്ലൂ എഴുതിയ കാണുന്നുമില്ല. പിന്നെ ഇത് വേറൊരു ബ്രഷ് പെന്നിൻ്റെ ഡ്രോയിങ്, അത് കൂടുതലും ബ്രഷ് പെന്നല്ലേ. ഇത് ഞാൻ ബ്രഷ് പെന്നിൻ്റെ ഒപ്പം വാങ്ങിച്ചൊരു ബുക്കാണ്, അതുകൊണ്ട് വീട്ടിൽ വെച്ച് കൂടുതലും അത് വരച്ച്. ഇതും ബ്രഷ് പെന്ന് വെച്ച് വരച്ച കളർ കിട്ടാം. ഈ കക്കാശി വരച്ചാൽ ഇതൊക്കെ കൊളായതാ ഒന്നും കാണിച്ചൊരു. പിന്നെ എൻ്റെ ഒരു മാമ വരച്ചാണ്, എൻ്റെ മാമ നന്നായി വരയ്ക്കും, അപ്പം അവർ വരച്ചാൽ. പിന്നെ ഒന്നുമില്ല, പിന്നെ ഒരു ലൈന് വരച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു ഡ്രോയിങ് ചെയ്യാൻ വെച്ച് ഇതാക്കിയായിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ച് വേറൊരു ബുക്ക് ചെയ്യാം. അങ്ങനെ ആദ്യത്തിൻ്റെ ബുക്ക് കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ രണ്ടാമത് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ ഫാബ്രിക്-കാസലിൻ്റെ ഒരു ബുക്കാണ്. ഇതിൻ്റെ കൂടുതൽ അക്രലിക്കിൻ്റെ. പിന്നെ അങ്ങനെ വെച്ച ഈ ഒരു അക്രലിക്കിൻ്റെ ഡ്രോയിങ്. ഇതാരും എനിക്കറിയില്ല, ഗൂഗിളൊക്കെ വരച്ച ഞാൻ. ഇത് ഞാൻ ഗൂഗിളൊക്കെ വരയ്ക്കുന്നു, ഞാൻ കൂടുതലും ഗൂഗിളൊക്കെ വരയ്ക്കലാണ്. പിന്നെ ഇതൊരു മാഷ്മെലമാൻ്റെ ഡ്രോയിങ്ങാണ്. പിന്നെ പണ്ടൊരു ദിവസം കക്കാശിനെ വരയ്ക്കാൻ നോക്കിയാണ്, ഇങ്ങനെ ഇപ്പം. പിന്നെ ഞാൻ വരച്ച ഡെഡ് പോളാണ്. പിന്നെ നൗട്ടോണിൻ്റെ ഡ്രോയിങ്ങാണ്. പിന്നെ കക്കാശിൻ്റെ വേറൊരു ഡ്രോയിങ്ങാണ്. പിന്നെ ഇതൊരു എൻ്റെ ഫ്രണ്ട് വരച്ചുകൊണ്ട് പക്ഷെ കഴിഞ്ഞില്ല. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അക്രലിക്ക് വരച്ച വേറെ ഇതാണ്. അക്രലിക്ക് ബ്രഷ് പെന്നാണ് തോന്നുന്നത്, ബ്രഷ് പെന്നായിട്ട്. പിന്നെ ഇത് വേറെ അക്രലിക് ഡ്രോയിങ്ങാണ്. വേറൊരു അക്രലിക് ഡ്രോയിങ് കൂടി ഉണ്ട്. ഒരു ദിവസം രാത്രി ഒന്ന് വരച്ചാണ് ഞാൻ. ഇതും വേറൊരു അക്രലിക് ഡ്രോയിങ്. ഇതിന് കൂടുതൽ അക്രലിക് ഡ്രോയിങ് ആണ്, അക്രലിക് വാട്ടർ കളർ എല്ലാം കൂടി ഇതായിരുന്നു. വേറൊരു അക്രലിക് ഡ്രോയിങ്, കുറേ അക്രലിക് ഡ്രോയിങ്സ് ഉണ്ട്. ഇതൊരു അക്രലിക് ഡ്രോയിങ്ങാണ്.
പിന്നെ വേറൊരു അക്രിലിക് ഡ്രോയിങ് വരച്ചിട്ടുണ്ട്. ഇത് ഞാൻ കുറേ ഇതല്ല പോയി ആ പിക്ചർ കഴിഞ്ഞു തോന്നി, ഞാൻ കാണിച്ചു തരാം. ആ പിക്ചർ ഇതിൽ കാണില്ല. പിന്നെ അടുത്തിൻ്റെ ഞാൻ എടുക്കുന്ന സ്കെച്ച് ബുക്കാണ്. ഇനി അങ്ങോട്ടുള്ള 3 സ്കെച്ച് ബുക്സാണ്. പിന്നെ ഇതിലാദ്യം ഞാൻ വരച്ചതിൻ്റെ ഒരു ക്രിസ്ത്യാനാണ്. ഇതൊക്കെ ഞാൻ ഗൂഗിളിൽ എടുക്കുന്നതാണ്. പിന്നെ അടുത്ത വെച്ചാൽ ഒരു ക്യൂബിൻ്റെ ഡ്രോയിങ് ആണ്. പിന്നെ ഇതൊരു ഈ ഒരു ബുക്കിൽ നോക്കി വരച്ചാണിത്. നാനൂറ്റൻ്റെ മാങ്കയിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടിൽ നോക്കി വരച്ചാണ്, കഴിഞ്ഞില്ല. പിന്നെ വേറെ ലൂഫീനെ വരച്ചിട്ടുണ്ട്. ആ ഫേസ് വരച്ചില്ല, ഞാൻ വരയ്ക്കാനുണ്ട്. ഇതും ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ ബുക്ക് നോക്കി വരച്ച, പക്ഷെ കൊളായിപ്പോയി. പിന്നെ ഇതൊരു ഷറിങ്ങൻ്റെ ഡ്രോയിങ് ആണ്. പിന്നെ വേറൊരു ഇതാണ് ഒരു നൗട്ടോൻ്റെ ഡ്രോയിങ്. പിന്നെ ഞാൻ ഇത് വരച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ കഴിഞ്ഞില്ല. ഇത് ശരിക്കും എന്താ പറയുക, ഹനുമാൻ വരയ്ക്കാൻ നോക്കിയാണ് ഇങ്ങനെ എഴുതി, കഴിഞ്ഞില്ല. നമ്മൾ മാച്ച് റെഡിയാക്കണം. പിന്നെ വേറൊന്നുമില്ല. ഇതിൻ്റെ അടുത്തൊരു പിന്നെ ഈ ഒരു ബുക്കും കൂടി കഴിഞ്ഞ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്തേക്ക് ഇതും കൂടി ഇതിൽ ഞാൻ നിർത്താൻ പോവാണ്. ആദ്യം വെച്ചത് ഒരു ലൂഫിയിലെ പിക്ചറാണ്. ഇത് ഗൂഗിളിൽ നിന്ന് നോക്കി വരച്ചത്. ഇതേ തന്നെ വേറെ ഇതിൽ വരച്ചത്, ഞാൻ കാണിച്ചു തരാം. ഇതാണ്. ഇതും ഞാൻ ഇതെല്ലാം നോക്കി വരച്ചാണ്. വെറുതെ ഫുള്ള് അക്കളിലേക്ക് വെച്ച് കളർ കൊടുക്കാം. ഇവിടെ ചെറുങ്ങനെ കൊളായിപ്പോയി. ഇവിടെ കളർ വേറെ കളറായിട്ട് അടിച്ചത്. ഇത് അതേപോലെ തന്നെ വരുവായിട്ട് ഡാർക്ക്, രണ്ട് സെയിം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വരച്ചെന്ന ഡ്രോയിങ്ങാണ് മങ്കിൽ ലൂഫിൻ്റെ. ഇന്നില്ലേ വെച്ചത് സ്ക്വിഡ് ഗെയിം കൊണ്ടൊരു കറിയിലിത്തൊരു ഈ ഷൂട്ട് അതും വരച്ചിട്ടുണ്ട്. പിന്നെ ഇതാരും എനിക്ക് കറക്റ്റ് അറിയില്ല, എൻ്റെ ഫ്രണ്ട് വരച്ചെന്ന കാണണ്ട എനിക്കറിയില്ല. അപ്പം ഇതൊരു ഫോട്ടോ കണ്ട അറിയില്ല എനിക്കിതോ. അറിയുന്നവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരു സോറോണില്ലേ, പിന്നെ വേറെ സോറോണ് വരയ്ക്കാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ കുളമായിപ്പോയി. ലൈൻ ആർട്ട് ചെയ്യാൻ നോക്കിയത്. പിന്നെ എന്താ വേറൊരു കക്കാഷീൻ്റെ ഇതാണ്. ഇത് ഗൂഗിൾ നോക്കി വരച്ചാണ്. പിന്നെ വേറെ സാസ്ക ഉണ്ട്. ഇതൊക്കെ ഞാൻ പണ്ട് വരച്ച. ഇതിൻ്റെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ നോക്കി വരയ്ക്കാൻ നോക്കിയത്. ആ ഫിനിഷ് ആക്കിയത് ഫീമെയിൽ ഡ്രോയിങ് ആണ്. പിന്നെ ഇത് നാറുട്ടോ എന്താ പറയുക ലൈറ്റേഴ്സ് ഇതാണ്. ഇത് ആനിമി ടീമായവർക്കാണ് കൂടുതലും ആൾക്കാരൊക്കെ ഒന്ന് ഏതാണെന്ന് മനസ്സിലാവും. ഇതുണ്ടോ, ഇത് ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വരച്ചത്. ഇവിടെ ഒന്നും കൂടി ഉണ്ട്, പക്ഷെ ക്ലിയർ അല്ല. അങ്ങനെ ഈ ബുക്കും കഴിഞ്ഞ്. അപ്പം എല്ലാവരും ഈ വീഡിയോക്ക് സബ്സ്ക്രൈബ് ലൈക്കും എല്ലാം ചെയ്യണം. അപ്പം ബൈ.